ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ വേണ്ടി പോകുന്നത് സാംസങ്ങിൻ്റെ A20s എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബഡ്ജറ്റ് ഫോണാണ്. ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന പ്രോസസ്സർ സ്നാപ്ഡ്രാഗൺ 450 ആണ്. ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടോട് കൂടിയിട്ടുള്ളൊരു ഫോണാണ്. 13 മെഗാ പിക്സൽ, 5 മെഗാ പിക്സൽ, 8 മെഗാ പിക്സലിൻ്റെ ട്രിപ്പിൾ ക്യാമറ സിസ്റ്റമാണ് ഇതിലുള്ളത്. പിന്നെ 32 GB 3 GB റാമാണ് എൻ്റെ കയ്യിലുള്ള ഈ ഒരു വെർഷന്. അപ്പോൾ നമുക്ക് ഈ ഒരു ഫോണിൻ്റെ അൺബോക്സിങ്ങിലേക്ക് പോകാം. ഈ ബോക്സിൻ്റെ കണ്ടൻറ്റ് എന്തൊക്കെയാണ്, കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതൊരു ഇപ്പോൾ ഒരു പ്രൈസ് വെച്ച് നോക്കുമ്പോൾ 10,999 ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഓക്കെ, ആ ഫോണിൻ്റെ ഡിസൈനിലേക്ക് ഒന്ന് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഫോൺ ഓപ്പൺ ചെയ്ത ബോക്സ് ഓപ്പൺ ചെയ്ത ഉടനെ തന്നെ എനിക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് ഫോണാണ് ഫസ്റ്റ് തന്നെ കാണാൻ വേണ്ടി പറ്റുന്നത്. ഓക്കെ, ആ ഫോണിൽ നമുക്കതിൻ്റെ ഒരു കളർ, എൻ്റെ കയ്യിലിരിക്കുന്ന വേരിയൻ്റ് ഒരു ബ്ലൂ കളറാണ്. ഓക്കെ, നമുക്ക് ഫോണിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. നല്ലൊരു സ്റ്റൈലിഷ് ഗ്ലോസി ബാക്ക് ഡിസൈനാണ് ഇതിൽ കാണാൻ വേണ്ടി പറ്റുന്നത്. ഫിംഗർ പ്രിൻറ്റ് സെൻസർ നമുക്ക് ബാക്കിൽ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ട്രിപ്പിൾ ക്യാമറ സിസ്റ്റമാണ്. പിന്നെ മുകളിലായിട്ട് സെക്കൻഡറി മൈക്കുണ്ട്. ലെഫ്റ്റ് സൈഡിലെ ബോളിൻ റോക്കർ ഇതൊക്കെയുണ്ട്. പിന്നെ ടൈപ്പ് സി ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഒരു ഇൻഫിനിറ്റി വി ഡിസ്പ്ലേ ആണ് ഇതിൽ വന്നിരിക്കുന്നത്. പിന്നെ ഇതിൽ ഹൈബ്രിഡ് സിമ്മാണ് യൂസ് ചെയ്യുന്നത്. അതായത് അറ്റ് എ ടൈമിൽ നമുക്ക് 2 സിം കാർഡുകളും പിന്നെ ഒരു മെമ്മറി കാർഡുമായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി ഇതിൻ്റെ കണ്ടൻറ്റ് നോക്കിയതാണെങ്കിൽ നമുക്കിവിടെ ഒരു എൻവലപ്പ് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇതിൽ അതിൻ്റെ മാനുവൽസും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. അപ്പോൾ നമുക്കിത് അവിടെ മാറ്റി വെക്കാം. കാരണം എന്ന് വെച്ചാണെങ്കിൽ നോർമലി ഉള്ള ഒരു ബുക്ക്ലെറ്റ്സും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിലും കാണാൻ വേണ്ടി പറ്റുന്നത്. ഇനി ബാക്കിയുള്ള ബോക്സിലെ കണ്ടൻറ്റുകൾ നോക്കിയതാണെങ്കിൽ നമുക്കിവിടെ USB കേബിൾ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ടൈപ്പ് സി കേബിളാണിത്. ഓക്കെ, പിന്നെ ടൈപ്പ് സി കേബിളാണ്. ഓക്കെ, ഇനി അടുത്തത് ഇതിൻ്റെ ചാർജർ നോക്കാം. ഒരു ഫാസ്റ്റ് ചാർജറാണ് ഇതിൻ്റെ കൂടെ വെച്ചിരിക്കുന്നത്. 15 വാട്ടാണ് ഇതിൻ്റെ പവർ വരുന്നത്. ഒരു ഫാസ്റ്റ് ചാർജർ, അത്യാവശ്യം നല്ല ഫാസ്റ്റ് ചാർജർ തന്നെയാണ് സാംസങ് ബോക്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഒരു ഫോണിൻ്റെ ബാറ്ററി 4000 mAh ആണ് വരുന്നത്. പിന്നെ നമുക്ക് താഴത്തായിട്ട് ഇതിൻ്റെ ഒരു സിം എജക്ടർ ടൂളും കൂടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്കൊരു ഇയർഫോണും കൂടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇയർഫോൺ 3.5 mm ജാക്കോട് കൂടിയിട്ടുള്ള ഇയർഫോണാണ് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നത്. ഓക്കെ, ഇനി ഫോണിൻ്റെ ഡിസൈൻ നമുക്ക് നോക്കുകയാണെങ്കിൽ നല്ല സ്റ്റൈലിഷ് ഡിസൈനിൽ തന്നെയാണ് ഈ ഒരു ഫോൺ വന്നിരിക്കുന്നത്. നമുക്ക് ഫോണൊന്ന് ബൂട്ട് ചെയ്യാം. ഓക്കെ, പവേർഡ് ബൈ ആൻഡ്രോയിഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെസ്സേജോട് കൂടി സാംസങ്ങിൻ്റെ ബ്രാൻഡിങ് അവിടെ വന്നിരിക്കുകയാണ്. ഓക്കെ, ഇനി ഇതിൽ മെയിൻ ഫ്രണ്ട് ക്യാമറ 8 മെഗാ പിക്സൽ ക്യാമറയാണ്. പിന്നെ യൂസ് ചെയ്തിരിക്കുന്ന ക്യാമറ 13 മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറ, 5 മെഗാ പിക്സലിൻ്റെ ഡെപ്ത് സെൻസർ, 8 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ക്യാമറയാണ് ഇതിലുള്ളത്. പിന്നെ ഫിസിക്കൽ ഫിംഗർ പ്രിൻറ്റ് സെൻസറുണ്ട്. പിന്നെ സെക്യൂരിറ്റിയുടെ സൈഡിൽ നോക്കുകയാണെങ്കിൽ ഫേസ് അൺലോക്കിംഗ് കൂടെ നമുക്കിതിൽ വരുന്നുണ്ട്. പിന്നെ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് 1UI സാംസങ്ങിൻ്റെ തന്നെ UAI 1.1 ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ആൻഡ്രോയിഡ് പൈ ആണ് ഇതിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വരുന്നത്. നമുക്ക് ഈ ഫോണൊന്ന് ബൂട്ട് ചെയ്തിട്ട് ഒന്ന് ക്വിക്ക്ലി സെറ്റ് ചെയ്യാം. 6.5 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ആംലോയിഡ് ഡിസ്പ്ലേ അല്ല, TFT ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതും ഈ ഒരു ഫോണിൻ്റെ ഒരു പോരായ്മയാണ്. ബ്ലാക്ക്, ബ്ലൂ, ഗ്രീൻ എന്നീ 3 കളറുകളിലാണ് ഈ ഫോൺ കിട്ടുന്നത്. പിന്നെ 3GB 32GB 4GB 64GB എന്നീ 2 വേരിയൻറ്റുകളിലാണ് ഈ ഫോണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. സെൻസേഴ്സുകൾ നോക്കുകയാണെങ്കിൽ ഫിംഗർ പ്രിൻറ്റ് സെൻസർ, ആക്സിലോമീറ്റർ, ഗൈറോ, പ്രോക്സിമിറ്റി സെൻസർ, കോംബാറ്റ് സെൻസർ എന്നിവയാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഗ്രാഫിക്സിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന GPU Adreno 506 ആണ്. അതുകൊണ്ട് തന്നെ ഗെയിമേഴ്സിന് ഒരു സജസ്റ്റബിൾ ആയിട്ടുള്ള ഒരു ഫോണല്ല ഇത്. നോർമലി ഡേ ടു ഡേ യൂസിന് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ഫോണായിട്ട് മാത്രമേ, ഒരു സ്മാർട്ട് ഫോണായിട്ട് മാത്രമേ നമുക്കിത് കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റൂ. അപ്പോൾ ഫോണ് ഓൾമോസ്റ്റ് സെറ്റപ്പ് ആയിട്ടുണ്ട്. ഇതൊക്കെ സ്കിപ്പ് അടിക്കാം, കാരണം ജസ്റ്റ് ഫോണിൻ്റെ ഇൻസൈഡ് ഫീച്ചേഴ്സുകളൊക്കെ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഓക്കെ, ഡൺ. ഓക്കെ, ഫോൺ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് 1UI ആണ്. സാംസങ്ങിൻ്റെ തന്നെ UI ആണ്. ഇതിൽ വേർഷൻ 2 അല്ല, 1.1 ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, പിന്നെ ആൻഡ്രോയിഡ് 10 അല്ല ഇതിൽ കാണുന്നത്. ഇതിൽ നമുക്ക് സോഫ്റ്റ്വെയർ ചെക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ സോഫ്റ്റ്വെയറിൻ്റെ സെക്ഷനിലേക്ക് പോകുന്നു. ഓക്കെ, സോഫ്റ്റ്വെയർ ഇൻഫർമേഷൻ, സോഫ്റ്റ്വെയർ ചെക്ക് ചെയ്താണെങ്കിൽ നമുക്കിവിടെ കാണാൻ പറ്റുന്നത് 1UI Core 1.1 ആൻഡ്രോയിഡ് വേർഷന് 9 ആണ് നമുക്കിതിൽ കാണാൻ വേണ്ടി പറ്റുന്നത്.
ഓക്കെ, ആൻഡ്രോയിഡ് 10 ഇതിൽ അപ്ഡേഷൻ വരുമോ എന്നുള്ള കാര്യം നമുക്ക് നോക്കി കാണേണ്ടിയിരിക്കുന്നത്. അധികം വരാനുള്ളൊരു ചാൻസ് ഇല്ല. പിന്നെ ഇത് ക്യാമറയുടെ ഒരു കാര്യം നോക്കിയതാണെങ്കിൽ ഒരു നോർമൽ ക്യാമറ എന്ന് മാത്രമേ നമുക്ക് പറയാൻ വേണ്ടി പറ്റൂ. കാരണം ഇതിൻ്റെ ഒരു സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു നോർമലായിട്ടുള്ളൊരു ക്യാമറ, അതായത് ഡേ ടു ഡേ യൂസിന് വേണ്ടിയിട്ട് നോർമലായിട്ടുള്ള പീപ്പിൾസിന് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ക്യാമറ, അല്ലാതെ ഒരു ഹൈ ക്വാളിറ്റി ക്യാമറയോ കാര്യങ്ങളോ അല്ല. ഇതിൽ സെൽഫി ക്യാമറ 8 മെഗാ പിക്സൽ മാത്രമേ ഉള്ളൂ. പിന്നെ വീഡിയോ നമുക്കിതിൽ 1080 വരെ റെക്കോർഡ് ചെയ്യാൻ പറ്റും. ഒരു നല്ലൊരു ക്യാമറയ്ക്കും ഒരു ഗെയിമിങ്ങിനും വേണ്ടിയാണ് ഒരു ഫോൺ എടുക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ ഞാൻ സജസ്റ്റ് ചെയ്യുന്നതല്ല. ഒരു നോർമൽ യൂസർക്ക് ഒരു ഇനീഷ്യൽ സ്മാർട്ട് ഫോൺ എന്ന രീതിയിൽ നല്ലൊരു പാക്കേജുള്ളൊരു ഫോൺ തന്നെയാണിത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടതാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്